അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് ഫോർമേഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ആ ചാപ്റ്റർ നമ്മളൊന്ന് ക്വിക്കായിട്ട് നോക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് വരുന്നത് മക്കളെ 8 മാർക്കാണ് കേട്ടോ. 8 മാർക്കാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചാപ്റ്റർ എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫോർമാലിറ്റീസ് ഉണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് എന്നൊക്കെയാണ് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. നമുക്ക് നോക്കാം, ഒരു കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ എത്ര സ്റ്റേജസ് ആണുള്ളത്? 4 സ്റ്റേജസ് ആണ് അല്ലേ. ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, 4 സ്റ്റേജസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രൊമോഷൻ ആണ് അല്ലെ. ഫസ്റ്റ് സ്റ്റേജ് പ്രൊമോഷൻ ആണ്. രണ്ടാമത്തെ ഇൻകോർപ്പറേഷൻ, മൂന്നാമത്തെ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ, നാലാമത്തെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 2 സ്റ്റേജും എന്താണ്, പ്രൈവറ്റ് കമ്പനിക്കാർക്ക് ആവശ്യമില്ല. ഓക്കെ, പ്രൈവറ്റ് കമ്പനി ഫോം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആദ്യത്തെ ഈ 2 സ്റ്റെപ്പ് തന്നെ ധാരാളമാണ്. ഇതിലെ ഇൻകോർപ്പറേഷൻ കഴിഞ്ഞാൽ തന്നെ അവർക്ക് എന്താണ്, ബിസിനസ് ചെയ്തു തുടങ്ങാം. പക്ഷെ പബ്ലിക് കമ്പനി ആകുമ്പോൾ അല്ലേ, പബ്ലിക് കമ്പനി ആകുമ്പോൾ എന്ത് ചെയ്യണം, ഈ 4 സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അവർക്ക് ബിസിനസ് തുടങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ പോർഷനും നോക്കാം, ഓരോരോ സ്റ്റേജസും നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പാണ്. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ബിസിനസ്സിൻ്റെ ഐഡിയ കൊണ്ടുവരുന്നത് മുതൽ എങ്ങനത്തെ ഐഡിയ ആണ്, നല്ല ഐഡിയ ആണോ, സൂപ്പർ ആണോ, ഇത് ചെയ്താൽ വർക്കൗട്ട് ആവോ എന്നുള്ള കാര്യങ്ങളും, പിന്നെ ഈ ഐഡിയാസിനൊക്കെ ബിസിനസ് ആക്കണമെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ്, റിസോഴ്സസ് വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണ്, ആദ്യത്തെ സ്റ്റേജിലാണ് അല്ലേ. ഫസ്റ്റ് സ്റ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡിസ്കവറി ഓഫ് ബിസിനസ് ഐഡിയ, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അസംബ്ലിംഗ് ഓഫ് നെസസറി റിസോഴ്സസ്, സെറ്റപ്പ് എ പ്രോഫിറ്റബിൾ കൺസേൺ ആണ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയാം, പ്രൊമോഷൻ എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് ഓൾ ആക്ടിവിറ്റീസ് വിച്ച് ആർ നെസസറി ഫോർ ബ്രിങ്ങിങ് കമ്പനി ഇൻ ടു എക്സിസ്റ്റൻസ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അല്ലേ പ്രൊമോഷൻ എന്ന് പറയുന്നത്. കമ്പനി നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും സം ടോട്ടലിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയും, പ്രൊമോട്ടർ എന്ന് പറയും. ഒന്നെങ്കിൽ ഇത് ഒരാളാകാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണോ ആവാം അല്ലേ. കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളാകാം, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരാകാം. ഓക്കെ, അപ്പോൾ അവർ ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബിസിനസ് ഐഡിയ ഡിസ്കവർ ചെയ്യുന്നത് മുതൽ ഒത്തിരി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് അവർ ചെയ്യുന്ന ഫങ്ഷൻസ് അല്ലേ, ഫങ്ഷൻസ് ഓഫ് പ്രൊമോട്ടർ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ബിസിനസ്സിൽ നിങ്ങൾ എക്സാമിന് എന്തായാലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് എന്താണ്, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ആദ്യം അവർ ചെയ്യുക ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലേ, എന്ത് ബിസിനസ് തുടങ്ങണം എന്നുള്ള ഐഡിയ അവരാദ്യം കണ്ടുപിടിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ. പിന്നെ ആ ഐഡിയനെ എന്ത് ചെയ്യും അവർ, ഫീസിബിലിറ്റി സ്റ്റഡി നടത്തും അല്ലേ. ഫീസിബിലിറ്റി സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സാധ്യതാ പഠനം എന്നാണ് അതിൻ്റെ മലയാളം വേർഡ് വരുന്നത്. അതായത് ഈ കിട്ടിയ ഐഡിയ നല്ലതാണോ, അതായത് നമുക്ക് ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ടോ, അതായത് ഞാനിപ്പോൾ തുടങ്ങുന്ന മാനുഫാക്ചറിങ് ആണ്, ഒരു കമ്പനിയാണ് തുടങ്ങുന്നതൊക്കെ, ആ കമ്പനിക്ക് വേണ്ടി ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ നമുക്ക് ചുറ്റുപാടും സെറ്റാണോ, അല്ലെങ്കിൽ അതിന് വേണ്ട ടെക്നിക്സ് ഒക്കെ അല്ലെങ്കിൽ ടെക്നിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആവോ എന്നുള്ള ഇത് ടെക്നിക്കൽ സ്റ്റഡി കാര്യങ്ങൾ നടത്തണം. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി അല്ലേ, ഏതൊക്കെ രീതിയിൽ നമുക്ക് ഫണ്ട് കിട്ടും, എത്ര ഫണ്ട് ആകും എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോഫിറ്റബിൾ ആയിരിക്കുമോ, നന്നായിരിക്കുമോ, ബിസിനസ് ചെയ്ത് സക്സസ് ആവോ എന്നുള്ള കാര്യങ്ങളോട് നോക്കണം, നല്ല ഐഡിയ ആണോ എന്നുള്ള കാര്യം നോക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതാണ് നെയിം അപ്രൂവൽ. ഇതിനൊരു പേര് കാര്യങ്ങൾ ഇടണം. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷന് സമയത്ത് ബിസിനസ്സിന് വേണ്ട പേര് കാര്യങ്ങൾ ഇടുന്നത് ആരായിരിക്കും, പ്രൊമോട്ടർ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടല്ലോ അല്ലെ, നിങ്ങൾ പഠിച്ചതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതിൽ സൈൻ ചെയ്യുന്ന ആൾക്കാരായിരിക്കും ആ കമ്പനീൻ്റെ മെയിൻ ആൾക്കാരായിരിക്കും അല്ലെ. മെയിൻ ആൾക്കാർ എന്ന് പറയുമ്പോൾ മെയിൻ ഡയറക്ടർ ബോർഡിൽ വരുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഡയറക്ടേഴ്സ് ആവേണ്ടത്, അവരാണ് സൈൻ ചെയ്യേണ്ടത്. അപ്പോൾ ആ സൈൻ ചെയ്യാൻ വേണ്ട ആൾക്കാരെ സെറ്റ് ചെയ്യുന്നതും പ്രൊമോട്ടർ ആയിരിക്കും. അതുപോലെ തന്നെ അപ്പോയിൻമെൻറ്റ് ഓഫ് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രൊസീജിയർ വലിയ ലെങ്തി ആയിട്ടുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രൊഫഷണൽസിന് ആവശ്യമുണ്ട് അല്ലേ. ബാങ്കേഴ്സിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റേഴ്സിന് ആവശ്യമുണ്ടാവും. അവർക്ക് നിയമപരമായിട്ടുള്ള അഡ്വൈസ് എടുക്കാൻ വേണ്ടി അഡ്വക്കേറ്റ്സിന് എല്ലാവരെയും ആവശ്യമുണ്ടാവും. അപ്പോൾ അതുപോലുള്ള പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും, നമ്മുടെ പ്രൊമോട്ടേഴ്സ് തന്നെയായിരിക്കും. പിന്നെയാണ് ഏത് അവസാനത്തെന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് നെസസറി ഡോക്യുമെൻറ്റ്സ് അല്ലേ. അപ്പോൾ അതായത് ഈ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ആരായിരിക്കും, പ്രൊമോട്ടർ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ആ നെസസറി ഡോക്യുമെൻറ്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ 6 എണ്ണത്തിൻ്റെയും പേര് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം അല്ലേ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, കൺസെൻറ്റ് ഓഫ് പ്രപ്പോസ്ഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, കൺസെൻറ്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടർ, എഗ്രിമെൻറ്റ്, സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ, റെസീപ്റ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഫീ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ആ ഒരു 6 ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ 6 ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് പഠിച്ചു വെക്കുക, എക്സാമിന് ചോദിക്കും. അപ്പോൾ നമുക്ക് ഓരോ
ഡോക്യുമെൻറ്റ്സും പ്രത്യേകം എടുത്തു നോക്കാം. ആദ്യം എന്താണ്? മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ മക്കളെ നോക്കിക്കേ, നമുക്കറിയാം മെയിൻ ഡോക്യുമെൻ്റ് ആണ്, ഒരു കമ്പനിയുടെ ഏറ്റവും മെയിൻ ഡോക്യുമെൻ്റ് ആണ്. ആ ഡോക്യുമെൻ്റ് എന്താണ് പറയുന്നത്, എന്താണ് ഡിഫൈൻ ചെയ്യുന്നത്? ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ്, എന്തിനാ കമ്പനി നിലവിൽ വന്നു, എന്ത് തരത്തിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്, എന്ത് കമ്പനിയാണ്, അതിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, അതിൽ എത്ര ശതമാനം അല്ലെങ്കിൽ എത്രമാത്രം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ക്യാപിറ്റൽ എത്രമാത്രം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള പറയുന്ന പ്രിൻസിപ്പൽ ഡോക്യുമെൻ്റ് ആയിരിക്കും ഇത്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കിതിനെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം, വേണമെന്നല്ല അങ്ങനെ പറയും. ഓക്കെ, ക്ലിയർ. ഇനി അടുത്തതാണ് ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ വരുന്ന കണ്ടന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കണം അല്ലേ. അതായത് ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു വലിയ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അതിനെന്താണ്, ഓരോരോ ക്ലോസുകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ ക്ലോസിലും ഓരോരോ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതാ ഇത്രയും ക്ലോസുകളുണ്ട്, 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണം പഠിച്ചു വെക്കണം. നെയിം ക്ലോസ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ പേര്, എന്ത് പേരിലാണ് ആ കമ്പനി അറിയപ്പെടാൻ പോകുന്നത്, അതാണ് നെയിം ക്ലോസ് വരുന്നത്. പിന്നെ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ആണ് വരുന്നത്. അതെന്ന് വെച്ചാൽ ആ കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസ് ഏത് സംസ്ഥാനത്താണ്, ഏത് സ്റ്റേറ്റിലാണ്, അത് എവിടെയാണ്, അതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ പറയുന്നുണ്ടാവുക. പിന്നെ ഉള്ളത് ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് അല്ലേ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ഇതാണ്. ഇതിലാണെന്ന് പറഞ്ഞ കമ്പനിയുടെ പവറും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇവിടെയാണ് പറയുന്നത്. പിന്നുള്ളതാണ് ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുമ്പോൾ ആ കമ്പനിയിലെ ഓരോരുത്തരുടെയും ലയബിലിറ്റി എത്ര മാത്രമായിരിക്കും എന്ന് പറയുന്നതാണ് ലയബിലിറ്റി ക്ലോസ്. അതിൽ ഓരോ മെമ്പേഴ്സിൻ്റെയും അൺപെയ്ഡ് ഷെയർസിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ എന്തുണ്ടാവുക, ലയബിലിറ്റി ഉണ്ടാവുക. അൺപെയ്ഡ് ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 ലക്ഷം ഞാൻ എന്ത് ചെയ്തു, 1 ലക്ഷമാണ് ഈ കമ്പനിയുടെ ഷെയർസ് പറഞ്ഞതെന്ന് വിചാരിക്കുക. അതിൽ 70,000 ഞാൻ പേ ചെയ്തു, പെയ്ഡ് ആണ്. ബാക്കി 30,000 എന്താണ്, പേ ചെയ്യാനുണ്ട്, അതെന്താണ്, അൺപെയ്ഡ് ആണ്. അപ്പോൾ എൻ്റെ ഷെയർ ലയബിലിറ്റി എന്ന് പറയുന്നത് എൻ്റെ അൺപെയ്ഡ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുമ്പോൾ മാക്സിമം നമ്മൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ക്യാപിറ്റൽ എത്രയാണെന്നുള്ള മെൻഷൻ ചെയ്യണം. അതുപോലെ എത്ര ഷെയർസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും എന്നുള്ളതൊക്കെ അതിൽ പറയണം അല്ലേ. പിന്നെ അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. അവരാരായിരിക്കും? അതിൽ സൈൻ ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ധരിക്കുക ആ കമ്പനിയുടെ ഡയറക്ടേഴ്സായിട്ട്, ആ കമ്പനിയിലെ കുറച്ച് മെയിൻ ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ അവരുടെ ഒരു കൺസെൻറ്റ് വേണം. ഓക്കെ ഞങ്ങളിങ്ങനെ ഡയറക്ടേഴ്സ് ആയിക്കോളാം, അങ്ങനെ ചുമ്മാ അവരെ നമ്മൾ ഡയറക്ടേഴ്സ് ആക്കുന്നില്ല അല്ലേ. ഒരുപാട് പേരുണ്ടാവും കമ്പനിയിൽ, അതിൽ കുറച്ച് ആൾക്കാരായിരിക്കും പിടിച്ച് നമ്മൾ ഡയറക്ടേഴ്സ് ആക്കുക. ഇപ്പോൾ പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ 2 പേരെങ്കിലും മിനിമം ഡയറക്ടേഴ്സ് വേണം. പബ്ലിക് ആണെങ്കിൽ മിനിമം 7 പേരെങ്കിലും ഡയറക്ടേഴ്സ് വേണം അല്ലേ. ഇപ്പോൾ ഇങ്ങനെ 7 പേരെ സെലക്ട് ചെയ്യുന്നത് നമ്മൾ ചുമ്മാ സെലക്ട് ചെയ്യണതല്ല. ഈ 7 പേരെന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ഷെയർസ് അവരെന്ത് ചെയ്യണം, പർച്ചേസ് ചെയ്യണം അല്ലേ. അതായത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ 20% ഷെയർസാണ് വാങ്ങിച്ചതെന്നുണ്ടെങ്കിൽ ഡയറക്ടർ ആവണമെങ്കിൽ നിങ്ങൾ മിനിമം 50% അല്ല വേണ്ട, 40% വാങ്ങിക്കണം എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ 40% വാങ്ങിച്ചവർക്ക് മാത്രമേ നമ്മൾ എന്താക്കുള്ളൂ, ഡയറക്ടേഴ്സ് ആക്കുള്ളൂ. അപ്പോൾ അസോസിയേഷൻ ക്ലോസിൽ ഓക്കെ ഞങ്ങളിങ്ങനെ ഡയറക്ടേഴ്സ് ആയിക്കോളാം, പിന്നെ ഡയറക്ടേഴ്സ് ആവാൻ വേണ്ട ഇത്ര ശതമാനം ക്വാളിഫിക്കേഷൻ ഷെയർസും നമ്മൾ വാങ്ങിക്കോളാം എന്ന് പറയുന്നുള്ള അവരുടെ ഒരു ഡിക്ലറേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അസോസിയേഷൻ ക്ലോസ്, ടോട്ടൽ മെമ്മോറാണ്ടത്തിലെ ക്ലോസസ് വരുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെസസറി ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഏത്, നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് തന്നെയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കമ്പനിയും ഔട്ട്സൈഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ലൈക്ക് ആ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, അതിൻ്റെ ക്യാപിറ്റൽ, അതിൽ എത്ര അസോസിയേഷൻ ക്ലോസിൻ്റെ അകത്ത് എത്ര ഡയറക്ടേഴ്സ് ഉണ്ട്, അവരെത്ര ഷെയർ പർച്ചേസ് ചെയ്യും, ലയബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കമ്പനിയുടെ ബൈലോ ആയിട്ട് അറിയപ്പെടുന്നത് അല്ലേ. കമ്പനി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ ഉള്ളിലെ നിയമവ്യവസ്ഥകൾ എങ്ങനെയാണ്, അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഷെയർ ട്രാൻസ്ഫറെ കുറിച്ചാണെങ്കിലൊക്കെ ഇതിലായിരിക്കും പറയാം അല്ലേ. ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുപോലെ തന്നെ മീറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്താണ് പറയാം. ഓക്കെ, ക്ലിയർ അതല്ലേ, സെറ്റ് അല്ലേ. പിന്നെ ഇതെങ്ങനെ എപ്പോഴും എന്തായിരിക്കും, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് സബ്സിഡിയറി ആയിട്ടായിരിക്കും നിൽക്കുക. സബ്സിഡിയറി ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ് എന്താണ് ആ കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ആ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ളതായിരിക്കും കമ്പനിയുടെ നിയമങ്ങളും വരുന്നത്. ഓക്കെ, നിയമങ്ങൾ നിർമ്മിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ അതുകൊണ്ടാണ് മെമ്മോറാണ്ടത്തിന് സബ്സിഡിയറി ആയിട്ട് നിൽക്കുന്നു എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ, സെറ്റ്.
അങ്ങനെയാണ് നമുക്ക് അടുത്ത മെയിൻ ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് കൺസെൻറ്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഡയറക്ടേഴ്സ് ആകാം എന്ന് പറഞ്ഞ ടീംസ് ഉണ്ട്. അപ്പോൾ അവർ ഡയറക്ടേഴ്സ് ആയിക്കോളാം, ഞങ്ങൾ ക്വാളിഫിക്കേഷൻ ഷെയർസ് പർച്ചേസ് ചെയ്തോളാം എന്ന് പറയുന്ന അവരുടെ എന്താണ് റിട്ടൺ കൺസെൻറ്റ് ആവശ്യമുണ്ട് അല്ലേ. അവരുടെ റിട്ടൺ കൺസെൻറ്റ് എന്താണ് ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ വേണ്ടത് എഗ്രിമെൻ്റ് ആണ്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ പബ്ലിക് കമ്പനി ആണെങ്കിൽ മക്കളെ, പബ്ലിക് കമ്പനി ആണെങ്കിൽ അവിടെ പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്ക് എന്താണ് മിനിമം 7 പേരെങ്കിലും വേണമെന്ന് പറഞ്ഞല്ലേ ഡയറക്ടേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട്. ഇതിലിപ്പോൾ 7 പേരെ നമ്മൾ സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കേ. പക്ഷേ ഈ 7 പേരെ നമുക്ക് ഈ 7 പേരും കൂടെ ചേർന്നിട്ടായിരിക്കില്ല എല്ലാ സമയവും പ്രവർത്തിക്കുന്നുണ്ടാവുക. അതിൽ നമ്മൾ ഒരാളെ മാത്രം സെലക്ട് ചെയ്തിട്ട് മാനേജിങ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലിരുത്തും. കാരണം അയാളായിരിക്കും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഹോൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഹോൾ ടൈം ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളത് ആരാണ്, അയാൾ ഞാൻ MD ആയിട്ട് വർക്ക് ചെയ്തോളാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ അയാളുടെ ഒരു റിട്ടേൺ ഡിക്ലറേഷൻ്റെ കാര്യങ്ങളുണ്ടാവും. ക്ലിയർ അല്ലേ? ഹോൾ ടൈം വർക്കറായിട്ട് നിൽക്കാൻ സെറ്റായിട്ടുള്ള ആൾ. ഓക്കെ, മാനേജർ ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ. ഓക്കെ, ക്ലിയർ അല്ലേ? അതും എന്ത് ചെയ്യണം, ഈ ഒരു നെസസറി ഡോക്യുമെൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെയുള്ളത് സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ആണ്. സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്ന് പറയുന്നത് അതായത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ ലീഗൽ ഫോർമാലിറ്റീസും അതിന് വേണ്ട എല്ലാ ലീഗൽ ഡോക്യുമെൻറ്റ്സും എന്താണ് സബ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്, അതിനുശേഷമുള്ളത് പേയ്മെൻറ്റ് ഓഫ് ഫീ ആണ്. അതായത് നമുക്ക് ഇന്ന് രജിസ്ട്രേഷൻ പ്രോസസ്സാണ്, അവിടെ എന്തുണ്ട് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടാവുക, പേയ്മെൻറ്റും ഉണ്ടായിരിക്കാം. അതാണ് പേയ്മെൻറ്റ് ഓഫ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് സെറ്റായി. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് എന്തായി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഇൻകോർപ്പറേഷനിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഇതിലേക്കാണ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇവിടെയാണ് കറക്റ്റ് ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലീഗലി ബിസിനസ് രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ. ഇത് സെക്കൻഡ് സ്റ്റേജ് ആണ്. സെക്കൻഡ് സ്റ്റേജ് ഇൻ ഫോർമേഷൻ ഓഫ് കമ്പനിയാണ്. ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, രജിസ്ട്രേഷൻ ഓഫ് കമ്പനി എന്നാണ് അർത്ഥം വരുന്നത് അല്ലേ. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ നേരത്തെ എന്താണ് നെസസറി ആയിട്ടുള്ള കുറേ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്തു, രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ നമ്മളെ ഏൽപ്പിച്ചു. അദ്ദേഹം എന്ത് ചെയ്യും, അത് സ്ക്രൂട്ടനൈസ് ചെയ്യും അല്ലേ. അതായത് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചതിന് ശേഷം ഓക്കെ എല്ലാം സെറ്റാണ്, എല്ലാം സൂപ്പറാണ് എന്ന് പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അദ്ദേഹം സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, ആ ബിസിനസ് നിയമപരമായിട്ട് നിലവിൽ വന്നു കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് വേണമെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഓക്കെ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഓഫ് എ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് എന്തിനു വേണമെങ്കിൽ പറയാം, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷന് പറയാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ തന്നെ പ്രൈവറ്റ് കമ്പനിക്കാർക്ക് ബിസിനസ് ചെയ്ത് തുടങ്ങാം. കാരണം എന്താണ്, അവരുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവും. പബ്ലിക് കമ്പനിക്കാർക്കാണ് എന്തില്ലാത്തത്, ഫണ്ട് ഇല്ലാത്തത്. അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കിടക്കണം. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞു, പക്ഷേ ബിസിനസ് തുറന്ന് പ്രവർത്തിക്കാൻ വേണ്ട ഫണ്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ ആ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഡിബഞ്ചേഴ്സും ഷെയർസും ഒക്കെ കൊടുത്തിട്ട് അല്ലേ, അതായത് പബ്ലിക് കമ്പനി ക്യാൻ റൈസ് ഫണ്ട് ഫ്രം ദ പബ്ലിക് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് അല്ലേ. ഡിബഞ്ചേഴ്സിലൂടെയും ഷെയർസിലൂടെയും ഫണ്ട് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക പബ്ലിക്കിൻ്റെ കയ്യിൽ. അപ്പോൾ നമുക്ക് പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് വെറുതെ അങ്ങോട്ട് അത് എടുക്കാൻ വേണ്ടി പറ്റില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം, കുറേ പ്രോസസ്സിലൂടെ കടന്നു പോകണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സെബിയുടെ അപ്രൂവൽ വാങ്ങണം. സെബി എന്ന് പറയുന്നത് എന്താണ്, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി. അതായത് ഇതുപോലത്തെ ഷെയർസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഷെയർസുകൾ വിൽക്കുന്നതും വാങ്ങുന്നതും മാർക്കറ്റ് ഉണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ്. അങ്ങനെ ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ഉണ്ട് ഇന്ത്യയിൽ അല്ലേ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഇവിടെയൊക്കെ എന്താണ്, ഷെയർസ് ആണ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യണം അല്ലേ. ഇതുപോലെയുള്ള കുറേ കമ്പനികൾ വന്നിട്ടാണ് ഇങ്ങനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഷെയർസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിനെ നിയന്ത്രിക്കുന്ന ഒരു ബോർഡാണ് സെബി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സെബിയിൽ പോയി അപ്രൂവൽ എടുക്കണം. ഓക്കെ, അപ്പോൾ സെബിയിൽ അപ്രൂവൽ കൊടുക്കുന്ന സമയത്ത് സെബി എന്ത് ചെയ്യും, നമുക്കൊരു ടൈം ലിമിറ്റ് തരും അല്ലേ. ഇത്ര സമയത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ എത്രയാണോ പ്രതീക്ഷിക്കുന്ന ഫണ്ട് അത്രയും ജനറേറ്റ് ചെയ്യണം. ഓക്കെ, എന്നൊരു ടൈം ലൈൻ നമുക്ക് തരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ രജിസ്റ്ററും ചെയ്യണം.
സെബീൻ്റെ അപ്രൂവൽ എടുക്കണം. ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷനും കൊടുക്കണം അല്ലേ? എന്താണ്? കമ്പനി ഷുഡ് ഗീവ് ആൻ ആപ്ലിക്കേഷൻ to at least one stock exchange for permission to deal in shares or debentures അല്ലേ? ഷെയർസും ഡിബഞ്ചേഴ്സ് ഒക്കെ ഡീൽ ചെയ്യാൻ വേണ്ടി, വിൽക്കാനും വാങ്ങാനായിട്ട് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ അപ്ലൈയും ചെയ്യണം. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ എന്താണ്? ഫയലിംഗ് പ്രോസ്പെക്ടസ് അല്ലേ? പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവിറ്റേഷൻ ആണ്. അതായത് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുക, ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുകയാണ്. അതായത് ഞങ്ങൾ ഇന്നൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ട്, പബ്ലിക് കമ്പനിയാണ്, ആ കമ്പനിക്ക് എന്താണ് ഫണ്ട് റേസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഫണ്ട് ഞങ്ങൾ റേസ് ചെയ്യാനായിട്ട് ഷെയർസ് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് പൈസ തന്നിട്ട് ഷെയർസ് വാങ്ങാം എന്നുള്ള ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണം അല്ലേ? പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഇൻവിറ്റേഷൻ ആണ് ടു ദ പബ്ലിക് സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അല്ലേ? ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അപ്പോയിൻമെൻറ്റ് ഓഫ് ബാങ്കേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റേഴ്സ്. ബ്രോക്കേഴ്സൊക്കെ മെയിനായിട്ട് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾക്കൊരു സ്ഥലവും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ ബ്രോക്കേഴ്സിന് വെക്കുമല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഇടനിലക്കാരനെ പോലെ നമുക്ക് വന്നിട്ട് സാധനങ്ങളൊക്കെ കമ്മീഷനൊക്കെ അടിച്ചിട്ട് നമ്മുടെ ഷെയർസൊക്കെ വിറ്റ് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രോക്കേഴ്സിന് വെക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് എന്താണ്? ബാങ്കേഴ്സ് ആണ്. ബാങ്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സമയത്ത് എന്തായിരിക്കും? നമ്മുടെ ഷെയർസ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നമുക്ക് അഡ്വാൻസ് ടോക്കൺ മണിയൊക്കെ തരും അല്ലേ? ആ പൈസ ഒന്നും നമുക്ക് ശരിക്കും നമ്മുടെ ബിസിനസ്സിലേക്ക് എടുക്കാനായിട്ടില്ല. ഓക്കെ, ബിസിനസ്സിലേക്ക് എടുക്കേണ്ടത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വേണ്ട പൈസ സെറ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് ആ പൈസ എടുക്കാൻ പറ്റൂ. പക്ഷെ അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ആ പൈസ കിട്ടുന്ന ചെറിയ ചെറിയ അഡ്വാൻസ് ഒക്കെ നമ്മൾ വേറെ ഒരു അക്കൗണ്ടിലാണ് ഇടേണ്ടത്. അപ്പോൾ ആ കാര്യങ്ങൾ ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് ബാങ്കേഴ്സിന് ആവശ്യമുണ്ട്. പിന്നെ അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഷെയർസ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ വിചാരിച്ച പോലെ ആയില്ല എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു സെബി എന്താണ് ഒരു ടൈം ലിമിറ്റ് നമ്മളോട് പറയും അല്ലേ? ആ ടൈം ലിമിറ്റ് ആയിട്ടും നമുക്ക് ഷെയർസ് കിട്ടിയില്ല എന്നൊക്കെ വിചാരിക്കുക. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാം. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും? നമ്മൾ അണ്ടർ റൈറ്റേഴ്സ് പറയും, ഓക്കെ നിങ്ങളുടെ ഷെയർസ് ഇത്ര ശതമാനമെങ്കിലും ഞങ്ങൾ വാങ്ങിക്കോളാം, ഇത് ആയില്ലെങ്കിൽ നമ്മൾ ഇത്രയെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റാക്കാനായിട്ട് നമ്മൾ ഇത്രയെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അണ്ടർ റൈറ്റേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നോട്ട്സൊക്കെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഉള്ളതാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ. മിനിമം സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് എൻ്റെ കമ്പനിയുടെ ഞാൻ കമ്പനിക്ക് ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഫണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ 1 ലക്ഷം ആണെന്ന് വിചാരിക്കാം. 1 ലക്ഷമാണ് എനിക്ക് വേണ്ടത്. ഇപ്പോൾ 1 ലക്ഷം ഷെയർസാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ സെബിനോട് പറഞ്ഞു, സെബി നമുക്ക് എന്താണ് ഗൈഡ് ലൈൻ തന്നിട്ടുണ്ട്, ഇത്ര സമയത്തിനുള്ളിലെങ്കിലും നിങ്ങൾ വിൽക്കണമെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം? ഫോർ എക്സാമ്പിൾ 170 ദിവസത്തെ സമയം തന്നു സെബി. എന്നിട്ട് പറയാണ് സെബി നമ്മളോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾക്ക് 1 ലക്ഷം അല്ലേ വേണ്ടത്, 1 ലക്ഷം ഷെയർസ് അല്ലേ ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു 90% 90% മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഇന്ത്യയിൽ. അപ്പോൾ 90% 170 ദിവസത്തിനുള്ളിൽ വിറ്റ് പോകണം. അപ്പോൾ 1 ലക്ഷത്തിന് 90% എന്ന് പറയുമ്പോൾ എത്രയാണ്? 90,000 ഷെയർസ് എങ്കിലും 170 ദിവസത്തിനുള്ളിൽ വിറ്റ് പോയിക്കൊള്ളണം. അങ്ങനെ വിറ്റ് പോയിട്ടില്ലെങ്കിൽ എന്താണ്? അതുവരെ നമുക്ക് തന്ന പൈസയല്ലേ. അതായത് ഇപ്പോൾ 170 ദിവസമായിന്ന് വിചാരിക്കുക, ഡേയ്സ് ആയിന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് നോക്കുമ്പോൾ വെറും 80% ഷെയർസേ വാങ്ങിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അതായത് 80,000 ആൾക്കാരെ 80,000 ഷെയർസേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവർ തന്ന ടോക്കൺ എമൗണ്ടൊക്കെ ആയിട്ട് കുറച്ച് പൈസ നമ്മുടെ കയ്യിലുണ്ട്. ഈ 80,000 ആൾക്കാർ തന്ന കുറച്ച് പൈസ, മുഴുവൻ പൈസ ആയിട്ട് തന്നിട്ടുണ്ടാവില്ല, ചെറിയ ടോക്കൺ എമൗണ്ടൊക്കെ നമ്മുടെ ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ ബാങ്ക് കിടക്കുന്നുണ്ട് അല്ലേ, ബാങ്കിൽ കിടക്കുന്നുണ്ട്. ആ പൈസയൊക്കെ എന്താക്കണം? സെബിയുടെ അംഗീകാരം കിട്ടില്ല. കാരണം സെബിയുടെ കണക്കനുസരിച്ചിട്ട് 90% വാങ്ങണം അല്ലേ. അപ്പോൾ 80% ആയതുകൊണ്ട് സെബി അംഗീകരിക്കില്ല. അതുകൊണ്ട് അതിനെന്താവില്ല? വാലിഡിറ്റി ഉണ്ടാവില്ല. അപ്പോൾ വാലിഡിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ആ പൈസയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം അല്ലേ. അതായത് അവർക്ക് തിരിച്ചു കൊടുക്കണം. ഓക്കെ, ബാങ്കിലുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചു കൊടുക്കണം. ഓക്കെ, എന്നിട്ട് വീണ്ടും ഒന്നേ തുടങ്ങണം അല്ലേ. എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും തുടങ്ങുക തന്നെ അങ്ങോട്ട്. ഓക്കെ, എന്നിട്ട് ആ സമയത്ത് നമുക്ക് 90% ഷെയർസ് വിറ്റ് പോവുമോ നോക്കാം. അങ്ങനെ വിറ്റ് പോയെന്ന് വിചാരിക്കുക. അടുത്ത തവണ നമ്മൾ ട്രൈ ചെയ്തപ്പോൾ 170 ദിവസത്തിന് 140 ദിവസം ആയപ്പോഴേക്കും നമ്മുടെ കംപ്ലീറ്റ് ഷെയർസും വിറ്റ് പോയെന്ന് വിചാരിക്കുക. അങ്ങനെ വിറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഓക്കെ, സെബിയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് 90% ആയി. അപ്പോൾ നമ്മൾ ആ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർസ് അലോട്ട് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മുടെ മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി ആരൊക്കെയാണോ എത്ര ഷെയർസിൻ്റെ പൈസയാണോ തന്നത് അവർക്ക് അത്രയും ഷെയർസ് നമുക്ക് കൊടുക്കുക അല്ലേ. അതാണ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. വൺസ് പെർമിഷൻ ഇസ് ഒബ്റ്റെയിൻ ഫ്രം ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദ കമ്പനി ക്യാൻ അലോട്ട് ഷെയർസ്
ടു ദ ആപ്ലിക്കൻസ്. അല്ല, ആരൊക്കെയാണോ ഷെയർസ് ചോദിച്ചത് അവർക്കൊക്കെ എന്ത് ചെയ്യാം, ഷെയർസ് തിരിച്ച് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ വരുന്നത്. ഇനി അടുത്തത് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞു പ്രൈവറ്റ് കമ്പനിക്കാർക്ക് ഇൻകോർപ്പറേഷൻ കിട്ടിയാൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണ്, അവരുടെ കയ്യിൽ ഫണ്ട് ഓൾറെഡി ഉണ്ടാവും, അവർ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ബോറോ ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്ക് ബിസിനസ് തുടങ്ങാം. പക്ഷേ നമ്മൾ പബ്ലിക് കമ്പനി ആയതുകൊണ്ട് നമ്മളടുത്ത് ഫണ്ട് ഇല്ലാത്തതുകൊണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്തത്, ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് ഷെയർസ് വഴിയും ഡിബഞ്ചേഴ്സ് വഴിയും ഫണ്ട് റേസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന അടുത്ത 4ാമത്തെ സ്റ്റെപ്പിലൂടെ കമ്പനി അല്ലെങ്കിൽ കമ്പനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് വേണ്ട ഫൈനാൻഷ്യലി ഉള്ള കാര്യങ്ങളിൽ ഈ കമ്പനി സ്റ്റേബിൾ ആയിട്ടുണ്ട്. അതായത് ഓൾറെഡി അവരുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ലീഗലി ഉള്ള ഫോർമാലിറ്റീസ് രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞു, കമ്പനി രജിസ്റ്റർ ചെയ്തതാണ്. അതേപോലെ തന്നെ അവരെ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷനൊക്കെ കഴിഞ്ഞ് ആ കമ്പനിയുടെ ഫണ്ടിൽ വേണ്ട ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് കൂടെ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇനി പബ്ലിക് കമ്പനിക്ക് ധൈര്യമായിട്ട് ബിസിനസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ 4 സ്റ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സ്റ്റേജസ് എന്ത് ചെയ്യണം, പഠിച്ച് വെക്കുക. ഇനി ഇതിൽ നിങ്ങൾ പഠിച്ച് വെക്കേണ്ട വേറൊരു കാര്യമാണെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മെമ്മോറാണ്ടം ആർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മെമ്മോറാണ്ടം എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ ചാർട്ടർ ഓഫ് കമ്പനിയാണ്. ഒരു കമ്പനിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചാർട്ടറോ ആയിട്ട് അറിയപ്പെടുന്നു. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണെങ്കിൽ ബൈലോ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത് പിന്നെ എന്താണ്, MOA എന്താണ്, ഫണ്ടമെൻ്റൽ ഡോക്യുമെൻ്റ് ആണ്. ഇത് സബ്സിഡറി ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇതെന്ന് പറയുന്നത് MOA ഡിഫൈൻ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കമ്പനി ആൻഡ് ദ ഔട്ട്സൈഡേഴ്സ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി ആൻഡ് ദ മെമ്പേഴ്സും കമ്പനി തമ്മിലുള്ള റിലേഷനാണ്. ഇതെങ്ങനെയാണ്, MOA എന്താണ്, മാൻഡേറ്ററി ആണ്. പക്ഷേ AOA മാൻഡേറ്ററി അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കമ്പനികളൊക്കെ എന്തായിരിക്കും, സ്വന്തമായിട്ട് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകും. പക്ഷേ പബ്ലിക് കമ്പനി ആവുന്ന സമയത്ത് അവരെപ്പോഴും ഉണ്ടാക്കുകയല്ല ചെയ്യുക, MOA അവർ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യല്ല ചെയ്യുക. അവർ കമ്പനീസ് ആക്ടിൽ ടേബിൾ F, ടേബിൾ A എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ടേബിൾസ് ഉണ്ട്. അത് അവരെന്താ ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. അവരുടെ കമ്പനിയുടെ നേച്ചർ അനുസരിച്ചിട്ട് അവർക്ക് ചേരുന്ന ഒരു ടേബിൾസ് എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കണ്ടെയ്ൻ ഒബ്ജക്റ്റ് ക്യാപിറ്റൽ പവേഴ്സ്. MOA എന്താണ്, ക്യാപിറ്റലും ഒബ്ജക്റ്റും പവേഴ്സൊക്കെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയായിരിക്കും, എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒബ്ജക്ട്സ് അച്ചീവ് ചെയ്യേണ്ടത്, അല്ലെ എങ്ങനെയാണ് ആ കമ്പനി പ്രവർത്തിക്കേണ്ടത്, ലക്ഷ്യത്തിൽ എത്തേണ്ടത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളായിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് MOA എന്ന് പറയുന്നത് MOA എപ്പോഴും എന്താണ്, കമ്പനീസ് ആക്റ്റിൽ എങ്ങനെയൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് MOAയ്ക്കും കമ്പനീസ് ആക്റ്റിനും സബ്സിഡറി ആയിട്ട് നിൽക്കുന്നതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ നമുക്ക് അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എന്തെങ്കിലും തിരുത്ത് വരുത്താൻ വേണ്ടി പറ്റില്ല. ഇപ്പം ഞാൻ ഒരിക്കലും ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കി ഇനി എനിക്ക് തോന്നുകയാണ് ഇത് വേണ്ട എന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റില്ല. അങ്ങനെ മാറ്റണമെങ്കിൽ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് അല്ലേ. അതിന് ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ വേണം, അതുപോലെ ലോ ബോർഡിൻ്റെ ഒക്കെ പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആർട്ടിക്കിൾസ് ഓഫ് മെമ്മോറാണ്ടത്തിൽ മാറ്റം വരുത്താൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഓൾട്രേഷൻ വരുത്താം. കാരണം എന്താണ്, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പോൾ അത് മാറ്റം വരുത്തണമെങ്കിൽ ആ കമ്പനിയുടെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റിലുള്ള ആൾക്കാർ ചേർന്നിട്ടൊക്കെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴിയൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഹാപ്പി ലേണിംഗ് ആൻഡ് കീപ് ലേണിംഗ്.